നമ്മളൊക്കെ അയൽവക്കക്കാരായിട്ട് കഴിയാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ അണ്ണ? അടുത്ത വീട്ടുകാർ തമ്മില് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ? ഞാനും ഭവാനിയോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. വാസവണ്ണന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ സമയം കാലം ഒക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും അങ്ങനെ എടുപിടിയൊന്നും പാടില്ലല്ലോ. ഇത്തിരി സാവകാശത്തിൽ സമാധാനത്തോടു കൂടി ആയാലല്ലേ മനസ്സിനൊരു തൃപ്തി വരുള്ളൂ. ആ അതെ അതെ. ഭാസ്കരൻ അവിടെ ഇല്ലേ? ഓ, ആ മനുഷ്യനുള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാ. അല്ലെങ്കിൽ ഈ ഗുസ്തിക്കാരന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എന്തിനും ഒരു ചുറുചുറുക്കൊക്കെ വേണ്ടേ? നമ്മൾ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞോളാം. അല്ല, ഈ കാര്യമൊക്കെ ഭാസ്കരനാരോട് പറയണോ? ഷോ, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അത് മോശമല്ലയോ? ആ മനുഷ്യന്റെ കൂടെ മോളല്ലയോ അമ്മണിക്കുട്ടി? അല്ല, അത് അമ്മണിക്കുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പ്രായത്തിന്റെ വ്യത്യാസേ. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഓ, എന്നാ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ അമ്മണിക്കുട്ടിയേക്കാൾ 5-6 വയസ്സിന്റെ മൂപ്പല്ലേ കേശവൻകുട്ടിക്ക് കാണൂ. ഓ, കേശവൻകുട്ടിയുടെ കാര്യമായിരുന്നോ? അവര് തമ്മിലാണെങ്കിൽ അത്രേ കാണൂ. ഞാനറിയാതെ രണ്ടുപേരും കൂടി അതോടെ ഉറപ്പിച്ചോ? ആ, വാ ഇരിക്കി. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു. സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ മാറിയൊന്നും പോണ്ട. സ്ത്രീധനത്തിന്റെ പ്രശ്നമാണെങ്കിൽ 25 പവന്റെ സ്വർണവും 40,000 രൂപയും ഞാൻ തരും. വാസുവിനറിയോ, 5 പൈസ സ്ത്രീധനം വാങ്ങാണ്ട ഞാൻ ഇവിടെ ഇറക്കി കൊണ്ടുവന്നു. ആ, വാസു എന്ത് പറയണു? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ പെണ്ണിനും ചെറുക്കിനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പൊരുത്ത് നോക്കി കളയാം. എന്താ ഈ പുരപണിയും കല്യാണം എന്നൊക്കെ പറയണേന് അതിനൊക്കെ ഒരു സമയമുണ്ട്. സമയാവുമ്പോ എങ്ങനെയായാലും നടക്കും. കേശവൻകുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അവന്റെ കൈ പൂത്ത പണമുണ്ട്. കേശവൻകുട്ടി നമ്മുടെ മരുമോനായിട്ട് വരണത് നമ്മുടെ മോളുടെ ഭാഗ്യം തന്നെ. ശരിയല്ലേ? അതിരിക്കട്ടെ, അമ്മണിക്കുട്ടിയോടും ചോദിക്കണ്ടേ? എന്തിന്? നമ്മൾ പറയണു, അവള് കേൾക്കണു. എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ആ, അത് ശരിയാ. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാ. ആ, വേഗം ഇഞ്ഞ് വരണേ. അമ്മനെക്കുട്ടി കുളിച്ചു കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടെ കുളിക്കാൻ പോവാ. ഇതെന്ത് സ്വഭാവ? എന്ത് ചോദിച്ചാലും തർക്കൂത്തരേ പറയും. അമ്മനെക്കുട്ടി ഒരു സോപ്പുണ്ടോ? എന്റെ സോപ്പ് വെള്ളത്തിൽ വീണു പോയി. മുങ്ങിത്തപ്പി എടുത്തോ. ദിവസം ഞാൻ മുങ്ങിത്തപ്പുന്നുണ്ട്. അഞ്ചും 3 8, 8 3 11, 11 3. അയ്യോ, കണക്ക് തെറ്റി. ഈ പാട്ട് പെട്ടി തല്ലി പൊളിച്ചു കളയാൻ ഈ പഞ്ചായത്ത് ആരും ഇല്ലേ? അല്ല, ഭാസ്കരൻ മാവൻ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. ഉവ്വ്, അന്വേഷിച്ചു. ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമ്പോ ആദ്യം അറിയിക്കേണ്ടത് അനന്തനെയല്ലേ? നീ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെയാ. അമ്മണിക്കുട്ടിയുടെ കാര്യം ഈ പറഞ്ഞു വരണേ. ജാതകങ്ങൾ വെച്ച് നോക്കിയപ്പോ കേശവൻകുട്ടിയായിട്ട് നല്ല പൊരുത്താ. അല്ല, അമ്മണിക്കുട്ടി അവൾ എന്ത് പറയാനാ? ആ, പിന്നൊരു കാര്യം, ഇക്കുറി തേങ്ങ ഇടുമ്പോ 10-300 നല്ല തേങ്ങ മാറ്റിയിട്ടേക്കണം. വേറൊന്നുകൊണ്ടല്ല, അടപ്രഥമനും പായസത്തിനൊക്കെ വേണ്ടേ? ഒന്ന് വേഗം എഴുന്നള്ളുണ്ടാ. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള പാടേ അമ്മാവനെ അറിയിക്കണം, അമ്മായിനെ അറിയിക്കണം, തെങ്ങേറ്റക്കാരൻ. മോളെ അമ്മണി,
ഞങ്ങൾ വരാൻ ഒരുപക്ഷെ അല്പം താമസാലേ നീ ആ പൊന്നിയെ വിളിച്ച് കൂട്ടുകിടത്തണം കേട്ടോ. എന്താ ഈ സ്വകാര്യം പറയണേ? സ്വകാര്യമൊന്നും അല്ലെന്ന്, പൊന്നിയെ വിളിച്ച് കിടത്താൻ പറയായിരുന്നു. ആ പിന്നെ ദേ ഞാൻ പശുവിനെ അയച്ച് തൊഴുത്തി കെട്ടിക്കോളൂട്ടോ. വാ, ഇനിയിപ്പോ ഏത് ബസ് കിട്ടും? നിന്റെ അച്ഛന്റെ ബസ് കിട്ടും. ഒന്ന് ഒരുക്കി കൊണ്ടുവരാനുള്ള കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അനന്തേട്ടൻ അച്ഛനെ കണ്ടു പറയണം. നീ കരയാതെ, നമുക്ക് എല്ലാറ്റിനും വഴിയുണ്ടാക്കും. അവര് തമ്മിൽ ആലോചിച്ചാലേ ഉള്ളൂ. ആ കേശവൻ കുട്ടിയെ കൊണ്ട് എന്നെ കെട്ടിക്കുമെന്ന് ഉറപ്പായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നേരെ ഒരുപാടായി. മാത്രമല്ല, നമ്മൾ രണ്ടാളും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആരും കാണണ്ട. അമ്മണിക്കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രി 11 മണിക്ക് നിന്റെ അച്ഛനും അമ്മയും ഉറങ്ങിയതിന് ശേഷം ഞാൻ വരും. കതകിന് 2 പ്രാവശ്യം മുട്ടും. അന്നേരം തുറക്കണം. ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എന്റെ ഉണ്ണിയാർച്ചയെ ഞാനല്ലാതെ വേറെ ആരും കെട്ടാൻ പോണില്ല. പോരെ? പോ. അനന്തകുഞ്ഞെ, എന്താ ശങ്കര? നമ്മുടെ കൃഷ്ണന്റെ വിഷം തേണ്ടി. എപ്പോ? 1 മണിക്കൂറാണ്. വൈദ്യരെ വീട്ടിൽ എത്തിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. വാ പോവാം. ഇവൻ ഈ രാത്രിയിൽ എവിടെ പോവാ? ഇപ്പൊ തലേ കയറും വൈദ്യരെ. തലേ കയറാണ്ടിരിക്കാനാണ് വിഷക്കല്ല് വെച്ചത്. വിഷം വലിച്ചെടുത്ത ഉടനെ കല്ല് താഴെ വീഴും. അനന്ത രാജവമ്പാല കടിച്ചാണെന്നാണ് വൈദ്യര് പറയുന്നത്. അയ്യോ അയ്യോ. ഒന്നും സംസാരിക്കണ്ട. ഇപ്പൊ വിഷം ഇറങ്ങി തുടങ്ങിയെന്നാണ് തോന്നണേ അനന്ത. ഇത്ര വേദന. ഉറങ്ങാൻ അനുവദിക്കരുത്. ഉറങ്ങിയാ വിഷം ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അനന്ത ഇതൊന്ന് പിടിച്ചാട്ടെ. ഞാൻ പോയി ഒരു മരുന്ന് എടുത്തുകൊണ്ട് വരാം. ഇതും പിടിച്ചോണ്ട് ഉരല് പോലെ നിക്കാതെ ഇവിടെ ഇരുന്ന് വീശിത്ത അനന്ത. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മണിക്കുട്ടി, കൃഷ്ണ
കൃഷ്ണനെ കടിച്ചത് പാമ്പായിരിക്കില്ല, നീർക്കോലി ആയിരിക്കും. ശരിയാ, അതാ ഇന്ന് രാവിലെ കൃഷ്ണൻ ചേട്ടൻ വൈദ്യടുത്തൊന്നും പോകുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? പണ്ട് ഞാൻ കോട്ടയത്ത് ഗുസ്തിയും കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോ നമ്മുടെ ആ കൈതക്കാട് ജംഗ്ഷനിൽ വെച്ച് എന്തോ ഒന്നിന്റെ പുറത്ത് ഞാൻ ചവിട്ടി. ഞാൻ പിന്നെ കാലുയർത്താണ്ട് അമർത്തിയൊരു തേപ്പങ്ങോട്ട് തേച്ചു. തീപ്പെട്ടി ഉരച്ച് നോക്കുമ്പോ ഏതാണ്ട് അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. വിശ്വസിക്കോ? ദീ കനം ഒരു മൂർക്കം പാമ്പ് ചത്തു മലന്നു. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് വാസു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അറബി പാമ്പായിട്ട് കഥ കൂടി കേൾക്കാമായിരുന്നു. ഇതൊക്കെ തിന്നാൻ നിന്റെ ഒരു റൊക്കം കാശില്ല. അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടി വരും. എനിക്കിടാ നീ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാ? ഇല്ല. അല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോ. സംശയമില്ല. ഈ നാട്ടുകാരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.